ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാങ്കലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 169ാമത് എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾ ആലോചിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഏലപ്പാറയിൽ നിന്നും ബ്രദർ സുജിത്, തൻ്റെ സഹധർമ്മിണി ജമീമ എന്നീ പ്രിയപ്പെട്ടവരാണ്. അവരോടൊപ്പം സഹോദരൻ അലൻ പത്തനാപുരവും ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. ഈ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയുടെ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു കത്തുദാസനും പ്രസിദ്ധ കീബോർഡിസ്റ്റുമായ ബെനറ്റ് ജോൺ കൊട്ടാരക്കര അവരാണ്. അദ്ദേഹത്തെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് നരേഷനും ഒപ്പം ലഘു സന്ദേശവും അറിയിപ്പാനായി എത്തിയിട്ടുള്ളത് ഈ ശുശ്രൂഷയിൽ എക്കാലവും പ്രാർത്ഥനയോടുകൂടെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോൺ ജോസഫ് കോട്ടയം അവരുകളാണ്. അദ്ദേഹത്തെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷയിൽ പങ്കാളികളായിത്തീരാം. ഇപ്പോൾ സുജിത് മിനോട് വന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്നു. അതിനു ശേഷമുള്ള ശുശ്രൂഷകൾ ജോൺ ജോസഫ് അവരുകൾ നിർവഹിക്കുന്നതായിരിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, തുടർച്ചകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഈ വൈകിയ വേളയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസേനയിലേക്ക് കടന്നു വരുവാൻ, തിരുമുഖത്ത് നോക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവേ, ഗാന ശുശ്രൂഷകളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ദൈവസമാധാനം അതിൽ നിറയണം. കർത്താവെ, പാടുന്നവരെ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന പ്രിയ കർത്താവ് അച്ഛനെ കർത്താവിൻ്റെ കരങ്ങളിൽ നൽകുന്നു, അവിടുന്ന് മാനിക്കണമേ. ഈ ലൈവ് കാണുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. ഈ ഗാനങ്ങൾ ഇതിലൂടെ കേൾക്കുന്നവർക്ക് അവരുടെ ഭവനങ്ങളിൽ, അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ ആശ്വാസവും സന്തോഷവും കർത്താവ് ഈ ശുശ്രൂഷ മുഖാന്തരം, ഈ മിനിസ്ട്രി മുഖാന്തരം ഇന്ന് രാത്രിയും എത്തുന്നതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ, സാഹചര്യങ്ങളെല്ലാം കർത്താവ് നിയന്ത്രിക്കും. തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ അവിടെ നിന്ന് മറയ്ക്കും. സകല മഹത്വവും ദൈവത്തിന്, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവാങ്കലിയോൻ മ്യൂസിക് മിനിസ്ട്രീസിൻ്റെ 169ാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 168 എപ്പിസോഡുകളിലും നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും പിന്തുണയ്ക്കും പിൻബലത്തിനുമെല്ലാം ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ ഈ ശുശ്രൂഷ ദൈവം ഉപയോഗിച്ചു. അതിന് എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവാം വഴികാട്ടി എന്നുള്ള വിശ്വപ്രസിദ്ധമായ ഗാനത്തോടെ ഇന്നത്തെ ഈ സംഗീത സായാഹ്നം ആരംഭിക്കുന്നു. കൃതദാസൻ സുജിത് ഏലപ്പാറ ഇപ്പോൾ ആ ഗാനം ആലപിക്കുന്നു. വളരെ പരിചിതമായ ഈ ഗാനമാണല്ലോ. വളരെ സന്തോഷത്തോടെ നമുക്ക് ആ ഗാനം ശ്രവിക്കാം. ആത്മാവാം വഴികാട്ടി.
സാവധാനത്തിൽ ആത്മാവാം വഴി കാട്ടി എന്നെ സാധനടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിം മൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ളർന്നേറ്റവും ആശയാറ്റ നേരവും ക്രൂശിൻ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശല്യമൊന്നുമേ പേടിക്കേണ്ട എങ്ങുമേ ശത്രുശല്യമൊന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. സത്യസാഗീതാൻ തന്നെ സർവദാ എൻ സമീപേ തുണയ്ക്കും നിരന്തരം നീക്കും ഭാഗ്യം സംശയം കാറ്റുഗ്രമടിക്കിലും ഇരുൾ കാനത്തീടിലും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ആയുഷ്കാലത്തീനന്ദം ചേർന്നാർത്തി പൂണ്ട നേരം സ്വർഗചിന്ത മാത്രമേ ഏകമെന്നാശ്രയത്തെ താൻ മാത്രം നേരത്തും എന്നെ ആഴം കാടത്തും സഞ്ചാരി നീ കൂടെ
സന്തോഷിപ്പിൻ തന്നിമ്പ മൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. മനുഷ്യജീവിതം പ്രതീക്ഷയിൽ അധിഷ്ഠിതമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. വൈകുന്നേരം ജോലിയും മറ്റ് തിരക്കുകളുമൊക്കെ കഴിഞ്ഞ് ഭവനത്തിൽ വന്ന് വീട്ടുകാരോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുന്നു. ഒരു പ്രഭാതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം മുൻപോട്ട് പോകുന്നത്. വരുന്ന പ്രഭാതത്തിൽ പതിവ് ദിനചര്യകൾക്ക് ശേഷം താൻ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ മനുഷ്യൻ വ്യഗ്രതയോടെ ഓടുകയാണ്. ഒരു ശുഭപ്രതീക്ഷയോടെയാണ് വൈകിട്ട് അന്തി ഉറങ്ങുന്നത്. അതുപോലെ തന്നെ പ്രഭാതത്തിലും ഈ പ്രതീക്ഷയോടെ തന്നെ ജീവിതം മുൻപോട്ട് നീങ്ങുകയാണ്. വൈകുന്നേരം വീട്ടിലെത്തണം, ജോലിക്ക് ശേഷം കാര്യപരിപാടികൾക്കൊക്കെ ശേഷം കുടുംബത്തോടൊപ്പം സന്തോഷിക്കണം. അങ്ങനെ ഓരോരോ പ്രതീക്ഷയോടെയാണ് മക്കളെ വളർത്തുന്നതും ജോലി ചെയ്യുന്നതും. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഒരു പ്രതീക്ഷയോടെയാണ്. എന്നാൽ ഈ പ്രതീക്ഷയെല്ലാം ഒരിക്കൽ അസ്തമിച്ചു പോകും. നമ്മുടെ മരണത്തോടെ നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ യേശുക്രിസ്തുവിൻ്റെ, തൻ്റെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. ആ മടങ്ങിവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനയും സങ്കടവും ഭാരവും ഇല്ലാത്ത അനന്തമായൊരു നിത്യത, സന്തോഷകരമായൊരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിൻ്റെ അടിസ്ഥാനം പ്രാണപ്രിയൻ്റെ മടങ്ങിവരവാണ്. കർത്താവ് വന്ന് തൻ്റെ സവിതയെ ചേർക്കും. ആ വലിയ പ്രത്യാശയോടെ ഒരു ദൈവദാസൻ എഴുതിയ മനോഹരമായ ഒരു പ്രത്യാശയുടെ ഗാനമാണ് അടുത്തതായി നാം ശ്രമിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയനെ നിന്നെ കാണുവാനായി. ആ വ്യക്തിയുടെ ആഗ്രഹം എത്രയും വേഗം തൻ്റെ പ്രാണപ്രിയനെ കാണണം. സഹോദരൻ അലൻ ആ ഗാനം ആലപിക്കുമ്പോൾ ആ തികഞ്ഞ പ്രത്യാശയോടെ നമുക്ക് ആ ഗാനം ശ്രവിക്കാം. പ്രിയനെ നിന്നെ കാണുവാനായി.
നിലാവിൻ മധുഗാനം ശാരോനിൻ താഴ്വര പാടും പ്രേമ നിലാവിൻ മധുഗാനം പൂവിതളായ മാനസവനിയിൽ മാധുരമേകാൻ നീ വരുമോ പൂവിതളായ മാനസവനിയിൽ മാധുരമേകാൻ നീ വരുമോ പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ അരികിലൊന്നെത്താൻ ഹൃദയം തുടിപ്പൂ എന്നാദാ അരികിലൊന്നെത്താൻ ഹൃദയം തുടിപ്പൂ എന്നാദാ നിൻ തിരുമാറിൽ ചേർന്നൊന്നിരിക്കാം ഒരു കൂറുപ്രാവാകും ഞാനൊരു നാൾ നിൻ തിരുമാറിൽ ചേർന്നൊന്നിരിക്കാം ഒരു കൂറുപ്രാവാകും ഞാനൊരു നാൾ പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ മേഘമറവിൽ വിടരും അഴകായി സഖിന കാത്തിരിപ്പൂ മേഘമറവിൽ വിടരും അഴകായി സഖിന കാത്തിരിപ്പൂ പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ സമീപകാലത്ത് വാർത്താമാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ നമുക്കത്ര ശുഭകരമായ വാർത്തകളല്ല നാം കേൾക്കുന്നത്. എവിടെയും അരാജകത്വം, കൊലപാതകം, പീഡനം എന്നു വേണ്ട യുദ്ധങ്ങൾ, ആകെ അസ്വസ്ഥതകൾ നൽകുന്ന വാർത്തകളാണ് നാം വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. ആളുകളെല്ലാം വളരെ പരിഭ്രാന്തരായിട്ടാണ് ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകുന്നത്. നമുക്കറിയാം, സർക്കാരിൻ്റെ ഒരു പദ്ധതി ഇപ്പോൾ നടക്കുന്നുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ. വാസ്തവം പറഞ്ഞാൽ ഇന്ന് ആശുപത്രികളിൽ പോലും പോകുവാൻ നമ്മൾ മടിക്കുകയാണ്. ഡോക്ടർമാർ ഇതിൻ്റെ വിതരണക്കാരും ഇത് ഉപയോഗിക്കുന്നവരുമാണ്, അധ്യാപകർ ഉപയോഗിക്കുന്നു, സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട ആളുകൾ, നിയമപാലകർ എന്നു വേണ്ട എല്ലാവരും ഇതിൻ്റെ ഉപഭോക്താക്കളും വിതരണക്കാരും വിൽപ്പനക്കാരുമായി മാറിയിരിക്കുന്നു. ആകെ അസ്വസ്ഥത നിറഞ്ഞ ഒരു സമയം. എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? മാതാപിതാക്കൾക്കൊക്കെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് തീ തിന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. എങ്ങനെയാകും ഭാവി? കൂടെയുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്? അതായിരുന്നു പണ്ട് ചിന്തിച്ചത്. ഇപ്പോൾ അധ്യാപകർ എങ്ങനെയാണെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ വന്നിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം? വിദ്യാഭ്യാസമില്ലാത്തതോ പണമില്ലാത്തതോ സൗകര്യങ്ങളില്ലാത്തതോ ഒന്നുമല്ല.
പിന്നെ എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം? ഇവിടെ കാരണങ്ങൾ പലതും അന്വേഷിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ ഉത്തരം വിശുദ്ധ ബൈബിൾ നൽകുന്നുണ്ട്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുവാൻ നേരമായി. ആ സമയത്ത് ലോകത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹിതരെ, സുഹൃത്തുക്കളെ, മനസ്സിലാക്കണം, കാലത്തിൻ്റെ ചുവരെടുത്ത് നിങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുവാൻ സമയമാസന്നമായി. ആ വലിയ സന്ദേശം വിളിച്ചു പറയുന്ന ഒരു ഗാനമാണ് അടുത്തതായി നാം ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. കാഹളനാദം കേൾക്കാറായി എന്ന് തുടങ്ങുന്ന വിശ്വപ്രസിദ്ധമായ ഗാനം സഹോദരി ജമീമ ഏലപ്പാറ ഇപ്പോൾ ആലപിക്കുന്നു. നമുക്ക് വളരെ ശ്രദ്ധയോടെ ശ്രവിക്കാം. Praise the Lord.
ഒരിക്കൽ ഒരു രാജ്യത്തിൻ്റെ രാജാവ് ഇപ്രകാരം പ്രഖ്യാപിക്കുകയുണ്ടായി: യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ ഭയപ്പെടും? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഒരു രാജ്യത്തിൻ്റെ സർവ്വ സൈന്യാധിപനായ വ്യക്തി പറഞ്ഞ വാക്കുകളാണ്. അങ്ങനെ പറഞ്ഞ വ്യക്തി ദാവീദ് രാജാവാണ്. അദ്ദേഹം പറഞ്ഞു, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ ഭയപ്പെടും? മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ആരെല്ലാം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും ഈ ദൈവം നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ ജീവിതം വളരെ ദുഃഖകരമാണ്. ഒരിക്കൽ കർത്താവ് തൻ്റെ ശിഷ്യരോട് ചോദിച്ചു, എല്ലാവരും എൻ്റെ പ്രഭാഷണങ്ങളും സന്ദേശങ്ങളും ഒക്കെ കേട്ട് എൻ്റെ പഠിപ്പിക്കലുകളൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും എന്നെ വിട്ടു പോയി, നിങ്ങൾക്കും പോയിക്കൂടെ? അവർ പറഞ്ഞു, ഇവൻ്റെ വാക്കുകൾ കഠിനമുള്ള വാക്കുകളാണ്, ആർക്കിതനുസരിക്കാൻ പറ്റും? ആർക്ക് പിന്തുടരുവാനായിട്ട് സാധിക്കും? തൻ്റെ അരുമ ശിഷ്യരോട് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തു നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം സന്തോഷകരമാണ്. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യരോട് അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൊക്കെ നമ്മോട് കൂടെയുള്ള ഒരു ദൈവം. ദാവീദ് രാജാവ് വീണ്ടും പറഞ്ഞ വാക്കുണ്ട്, 34-ാം സങ്കീർത്തനം 1-ാം വാക്യം: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എല്ലാ കാലത്തും ആശ്രയിക്കുവാനും അഭയമായി തീരുവാനും നമ്മോട് കൂടെയുള്ളത് ഈ ദൈവം മാത്രമാണ്. ആ കർത്താവിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും: എന്നെ യേശുവല്ലാതെ എനിക്ക് ഇല്ല ഈ ഭൂമിയിലാരും. നീറുന്ന പ്രതിസന്ധിയിൽ, രോഗത്തിലും ക്ഷീണിക്കുമ്പോഴും തളരുമ്പോഴും തകരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ ദൈവം കൂടെയുണ്ട്. വിശ്വപ്രസിദ്ധമായ എന്നെ യേശുവല്ലാതില്ല എനിക്കാരും ഈ ഭൂമിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം സുജിത്ത് ഏലപ്പാറ ആലപിക്കുന്നു. നമുക്ക് ശ്രമിക്കാം.
കർത്താവായ യേശുക്രിസ്തുവിന് അനവധിയായ വിശേഷണങ്ങൾ ബൈബിൾ നൽകുന്നുണ്ട്. അതിൽ ഒരു പദപ്രയോഗമാണ് സർവാംഗ സുന്ദരൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനായവൻ. ആ കർത്താവ് മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗോന്നതി വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന് ഒരു മനുഷ്യനായി ജന്മമെടുത്ത് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് കർത്താവ് അനുഭവിച്ച വ്യഥകൾ, കഷ്ടപ്പാടുകൾ വിശുദ്ധ ബൈബിളിലെ സുവിശേഷങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ആ കാൽവറി ക്രൂശിൽ എല്ലാവരാലും തള്ളപ്പെട്ട് എല്ലാവരാലും ത്യജിക്കപ്പെട്ട് വ്യസനപാത്രമായി തീർന്ന് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി തീർന്നു ഈ ക്രിസ്തു ലോകത്തിനു വേണ്ടി, മനുഷ്യവർഗത്തിനു വേണ്ടി. ആ കർത്താവിൻ്റെ അനുഗ്രഹീതമായ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ് അടുത്തതായി നാം ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. സർവാംഗ സുന്ദരൻ എന്ന് തുടങ്ങുന്ന ഗാനം സഹോദരൻ അലൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ആ ഗാനം നമുക്ക് ശ്രവിക്കാം. Please.
വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിഭക്തനായ ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾ എണ്ണമറ്റതാണ്. ബൈബിളിലെ പ്രഥമ പുസ്തകമെന്ന് വിളിക്കപ്പെടുന്നത് ഇയ്യോബിൻ്റെ പുസ്തകമാണ് ആദ്യമായി രചിക്കപ്പെട്ടത്. പ്രാചീന ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികൾ, തൻ്റെ 10 മക്കളും ഒരു ദിവസം നഷ്ടമായി, തൻ്റെ സമ്പാദ്യങ്ങളും മൃഗസമ്പത്തും കെട്ടിടങ്ങളും എല്ലാം നഷ്ടമായി. ഈ മക്കൾ നഷ്ടമായപ്പോൾ അദ്ദേഹം പറഞ്ഞത്, യഹോവ തന്നു, യഹോവയെ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ശരീരത്തിൽ രോഗബാധിതനായി തീർന്നു. ഒരു ഓട്ടും കഷണം എടുത്തുകൊണ്ട് തൻ്റെ ശരീരത്തെ താൻ ചൊറിഞ്ഞുകൊണ്ടിരുന്നതായിട്ട് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സമയത്ത് തൻ്റെ ഭാര്യ വന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇനിയെങ്കിലും ഈ ഭക്തി വിട്ടുകൂടെ, ഈ ദൈവത്തെ മറന്നുകൂടെ, ഇത്രയൊക്കെ പ്രതിസന്ധികൾ നമുക്ക് വന്നല്ലോ. ഇയ്യോബിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇയ്യോബിനെ പോലെ നല്ലവനും ഭക്തനുമായൊരു മനുഷ്യൻ, ദോഷം വിട്ടകന്ന മനുഷ്യൻ, അങ്ങനെ ഏറ്റവും മാന്യമായി ജീവിച്ച മനുഷ്യൻ, എന്നാൽ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നത്? അതുകൊണ്ട് ഈ ദൈവത്തെ ഇനിയെങ്കിലും നിങ്ങൾക്ക് ത്യജിച്ചുകൂടെ? അപ്പോൾ ഇയ്യോബ് പറയുന്ന ഒരു മറുപടിയുണ്ട്: ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും പ്രാപിക്കേണ്ടതല്ലയോ? തുടർന്നും മോശ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിലൊന്നും ഇയ്യോബ് ദൈവത്തിന് ദോഷം ആരോപിക്കുകയോ നാവ് കൊണ്ട് പാപം ചെയ്യുകയോ ചെയ്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നവരും അവിശ്വാസികളുമൊക്കെ ഈ സന്ദേശവും ഈ ഗാനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം തിന്മയും നമ്മുടെ ജീവിതത്തിൽ നൽകിയേക്കാം. എന്നാൽ അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇയ്യോബിൻ്റെ ചരിത്രം പറയുന്നത്, തനിക്ക് മുമ്പുണ്ടായിരുന്നതെല്ലാം മക്കൾ ഒഴികെ ഇരട്ടി ദൈവം നൽകുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും പ്രാപിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. സന്തോഷത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒക്കെ വേദനകളിലൂടെ, സന്ദർഭങ്ങളിലൂടെ ജീവിതയാത്ര മുൻപോട്ട് പോയേക്കാം. അപ്പോഴും കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. അടുത്ത ഗാനത്തിൻ്റെ സാരസംഗ്രഹം അതാണ്: എൻ്റെ ദൈവം തരുന്നതെല്ലാം സന്തോഷത്തോടെ ഞാൻ ഏറ്റുവാങ്ങും. ഒരുപക്ഷെങ്കിൽ രോഗം വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം. നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം അനുവദിച്ചിട്ടാണ് ഇത് നൽകുന്നത്. അപ്പോഴും ദൈവം നൽകുന്നൊരു ഉറപ്പുണ്ട്: ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കാത്തവനാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ തലമുറകളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ദൈവം അത്തരം സന്ദർഭങ്ങളിലൂടെ നമ്മെ കടത്തിവിടുന്നത്. അതുകൊണ്ട് ഈ സന്തോഷം ഓർത്തുകൊണ്ട്, ഈ വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗാനം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ ദൈവം തരുന്നതെല്ലാം എന്ന് തുടങ്ങുന്ന ഗാനം ജമീമ എലപ്പാറ ആലപിക്കും.
ഈ ലോക ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. വൈഷമ്യങ്ങളും പ്രതിസന്ധികളുടെയും മധ്യേ അവയെ തരണം ചെയ്തുകൊണ്ട് മുന്നേറുവാൻ ശക്തി നൽകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ വലിയ കൃപയാലാണ് ഈ അനുഗ്രഹീത പദവിയിലേക്ക് എത്തുവാൻ നമുക്കിടയായത്. ആ അളവറ്റ കൃപയെ പ്രകീർത്തിക്കുന്ന മനോഹരമായ ഒരു തമിഴ് ഗാനം ബ്രദർ സുനിൽ ഏലപ്പാറ ഇപ്പോൾ ആലപിക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. സുജിത്ത് ഏലപ്പാറ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ഒരു തമിഴ് ഗാനമാണ്. വളരെ ശ്രദ്ധയോടെ നമുക്ക് ശ്രമിക്കാം. என்னை தொட்டவரே, நீரில்லாமல் நான் இல்லையே. என்னை அழைத்தவரே, என்னை தொட்டவரே, நீரில்லாமல் நான் இல்லையே. நான் வாழ்ந்தது உங்க கிருபை, நான் வாழ்ந்தது உங்க கிருபை. என்னை உயர்த்தி வைத்தீரே உன் கிருபையே. நான் வாழ்ந்தது உங்க கிருபை, நான் வாழ்ந்தது உங்க கிருபை. என்னை உயர்த்தி வைத்தீரே உன் கிருபையே. உங்க கிருபை வேண்டுமே, உங்க கிருபை போதுமே. உங்க கிருபை இல்லாமல் நான் ஒன்றும் இல்லையே. உங்க கிருபை வேண்டுமே, உங்க கிருபை போதுமே. உங்க கிருபை இல்லாமல் நான் ஒன்றும் இல்லையே இயேசுவே.
நான் என்று சொல்ல எனக்கொன்றும் இல்லை, திறமேனு சொல்ல என்னிடம் எதுவும் இல்லை. நான் என்று சொல்ல எனக்கொன்றும் இல்லை, திறமேனு சொல்ல என்னிடம் எதுவும் இல்லை. தகுதியில்லா என்னை உயர்த்திறது உங்க கிருபை, உங்க கிருபை இல்லைனா நானும் இல்லை. தகுதியில்லா என்னை உயர்த்திறது உங்க கிருபை, உங்க கிருபை இல்லைனா நானும் இல்லை. உங்க கிருபை வேண்டுமே, உங்க கிருபை போதுமே, உங்க கிருபை இல்லை நான் ஒன்றும் இல்லை. உங்க கிருபை வேண்டுமே, உங்க கிருபை போதுமே, உங்க கிருபை இல்லை நான் ஒன்றும் இல்லை. இயேசுவே, என்னை அழைத்தவரே, என்னை தொட்டவரே, நீர் இல்லாமல் நான் இல்லையே. என்னை அழைத்தவரே, என்னை தொட்டவரே, நீர் இல்லாமல் நான் இல்லையே. நான் வாழ்ந்தது உங்க கிருபை, நான் வளர்ந்தது உங்க கிருபை, நிறுத்தி வைத்தீரே உம் கிருபையே. நான் வாழ்ந்தது உங்க கிருபை, நான் வளர்ந்தது உங்க கிருபை, என்னை உயர்த்தி வைத்தீரே உம் கிருபையே. உங்க கிருபை வேண்டுமே, உங்க கிருபை போதுமே, உங்க கிருபை இல்லாமல் நான் ஒன்றும் இல்லையே. உங்க கிருபை வேண்டுமே, உங்க கிருபை போதுமே, உங்க கிருபை இல்லாமல் நான் ஒன்றும் இல்லையே. இயேசுவே, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ധാരാളം ഉപമകളും ചെറുകഥകളുമൊക്കെ കർത്താവ് ആശയം കൈമാറുന്നതിനായി ഉപയോഗിക്കുകയുണ്ടായി. അതിൽ പ്രസിദ്ധമായ ഒരു ഉപമയാണ് പാറമേലും മണലിന്മേലും വീട് വെച്ച രണ്ട് വ്യക്തികളുടെ ഉപമ. ഒരു വ്യക്തി മണലിന്മേലാണ് വീട് വെച്ചത്, ഒരു വ്യക്തി പാറമേലും വെച്ചു. എന്നാൽ മഴ പെയ്തു, ശക്തിയായ കാറ്റുണ്ടായി, മണലിന്മേൽ പണിത വീട് നിലംപരിചയായി. എന്നാൽ പാറമേൽ പണിത വീട് നിലനിന്നു. കർത്താവ് തുടർന്ന് ഇങ്ങനെയാണ് ആ ഉപമ അവസാനിപ്പിക്കുന്നത്. ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരുടെ ജീവിതം ആ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. ആരെല്ലാം ഈ ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളുകയും അത് ജീവിതത്തിൽ അനുഭവിക്കുകയും അത് ആസ്വദിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ടോ, അവരുടെ എല്ലാം ജീവിതം അനുഗ്രഹിക്കപ്പെടും. അടുത്തൊരു ഗാനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: വൻമഴ പെയ്തു, നദികൾ പൊങ്ങി. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ ഏത് തന്നെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നിശ്ചയമായും അതിന് ഒരു പ്രതിവിധി ഉണ്ടാകും. അവയെ തരണം ചെയ്തുകൊണ്ട് തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. ഈ ഗാനം അലൻ നമുക്കായി ആലപിക്കുന്നു. വൻമഴ പെയ്തു, നദികൾ പൊങ്ങി.
കരുതലിൻ കരം നീട്ടി നടത്തിയ വഴികൾ നീ ഓർത്താൽ വൻമഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ വൻമഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുന്നിൽ വിശാലവതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുന്നിൽ വിശാലവതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ചെങ്കടൽ മൂടട്ടെ ചൂളയേറട്ടെ അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ തീച്ചൂളയേറട്ടെ അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. പ്രത്യാശഗാനങ്ങൾ എണ്ണവിലങ്ങും ഉയർന്നിടുമേ. ക്ഷീണിതനാകുമ്പോൾ പ്രത്യാശഗാനങ്ങൾ എണ്ണവിലങ്ങും ഉയർന്നിടുമേ. കുശവന്റെ കൈയാൽ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലെന്നേ. കുശവന്റെ കൈയാൽ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലെന്നേ. വൻമഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വൻമഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. തകർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി തകർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി നടത്തിയ വഴികൾ നീ ഓർത്താൽ വൻമഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. വൻമഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ.
കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യരോട് പറഞ്ഞ വാക്ക്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ലോകാവസാനം വരെ. അതിനുശേഷം ദൂതന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി ദുഃഖിച്ചു നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ മടങ്ങി വരും. പിന്നീട് നടന്നത് ചരിത്രമാണ്. പൂർവാധിക ശക്തരായി തങ്ങളുടെ ഗുരുനാഥനെ ക്രൂശിൽ തറയ്ക്കുവാൻ വിധിയെഴുതിയ പീലാത്തോസും അന്നത്തെ മതനേതൃത്വവുമൊക്കെ ഉള്ള ആ കാലത്ത് ധൈര്യമായിട്ട് അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അവർ മുൻപോട്ട് കൊണ്ടുപോയി. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. കർത്താവിൻ്റെ കൈ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് കർത്താവിനെ പിടിക്കപ്പെട്ട സമയത്ത് വളരെ ഭയത്തോടുകൂടെ ഒളിവിൽ പാർത്തിരുന്ന ഈ ശിഷ്യർ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം വലിയ ധൈര്യത്തോടെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ അവർ മുൻപോട്ട് കൊണ്ടുപോയത്. ചരിത്രകാരനായ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായിരുന്നു. അങ്ങനെയുള്ള പത്രോസും യോഹന്നാനും അവരുടെ ഗുരുവിനെ ക്രൂശിൽ തറയ്ക്കുവാൻ നേതൃത്വം നൽകിയ അന്നത്തെ മതപുരോഹിതന്മാരോടും നേർക്ക് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അവരുടെ ധൈര്യം കണ്ട് അവരാശ്ചര്യപ്പെട്ടു. എന്താണ് ഇവർക്ക് ഈ ധൈര്യം വരുവാൻ കാരണം? തുടർന്ന് ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ യേശുവിൻ്റെ കൂടെയുള്ളവരായിരുന്നു. എന്നെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ പറയട്ടെ, കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമുണ്ടാകും. കർത്താവിൻ്റെ കൈ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നാം നാളുകളായി കാത്തിരുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അനവധി വിഷയങ്ങളുടെ മേൽ ഈ കർത്താവിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അതിന് കർത്താവിൻ്റെ കൈ നമ്മളുടെ കൂടെയുണ്ടെങ്കിൽ അത് സാധിക്കും. നിങ്ങൾക്കറിയാം, ഇവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൈ ശിഷ്യരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരിലൂടെ പ്രവർത്തിച്ചത് ഈ കർത്താവാണ്. അതുകൊണ്ട് വലിയൊരു കൂട്ടം ആളുകൾ ഈ സത്യം അംഗീകരിക്കുവാനും ഈ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരുവാനും അത് മുഖാന്തരം അവസരമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ കൈ ഇന്നും പ്രവർത്തിക്കുന്ന കരങ്ങളാണ്. വിശുദ്ധ ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഒരു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. എന്നിട്ട് ആ കുഷ്ഠരോഗിയോട് പറഞ്ഞത്, നീ ശുദ്ധിയുള്ളവനാകുക. കർത്താവിൻ്റെ കരം അത് ശുദ്ധീകരിക്കുന്ന കരമാണ്. നാളുകളായി നമ്മളെ അലട്ടുന്ന പാപത്തിൻ്റെ പരിണിത ഫലമായ അസമാധാനവും അസ്വസ്ഥതകളുമുണ്ട്. അതുപോലെ ശുദ്ധിയില്ലാത്ത ഹൃദയത്തോടെ, ശുദ്ധിയില്ലാത്ത കരങ്ങളോടെയാണ് താങ്കൾ ജീവിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. നമ്മെ ശുദ്ധീകരിക്കുന്ന കരമാണ് ഈ കർത്താവിൻ്റെ കരം. ആ കരം ഈ ശിഷ്യരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ ഒരു സന്തോഷം അവർക്കുണ്ടായി. പിന്നീട് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ യേശു പത്രോസിനെ കൈ നീട്ടി ഉയർത്തുന്ന ഒരു സംഭവം നാം കാണുന്നുണ്ട്. ഗലീല കടലിലൂടെ രാത്രിയുടെ 3-ാം യാമത്തിൽ കർത്താവ് കടന്നു വരികയാണ്. നമ്മുടെ സമയമനുസരിച്ച് പുലർച്ചെ ഒരു 3 മണിക്ക് ശേഷം കർത്താവ് ശിഷ്യന്മാരുടെ അരികിലേക്ക് വരികയാണ്. കർത്താവ് വരുന്നത് കണ്ട് ശിഷ്യന്മാർ ഭയപ്പെട്ടു. അവർ ഭൂതമെന്ന് വിചാരിച്ചു. എന്നാൽ കർത്താവ് അടുത്ത് വന്നു. അവർക്ക് മനസ്സിലായി. അപ്പോൾ പത്രോസ് പറഞ്ഞു, നീയാണെങ്കിൽ എന്നോട് അങ്ങോട്ട് വരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറയുകയും പത്രോസ്, ഇതാ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മനുഷ്യൻ കടലിൻ്റെ മീതെ നടക്കുകയാണ്. അങ്ങനെ നടന്നു വന്നു. കാറ്റും കോളും കണ്ട് ഭയപ്പെട്ട് താൻ താഴുവാനായിട്ട് സംഗതിയായി. ആ സമയത്ത് കർത്താവ് കരമൊടുത്ത് അവനെ ഉയർത്തുകയാണ്, രക്ഷിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ താഴ്ചയിൽ നിന്ന് ഉയർത്തുന്ന കരമാണ് ഈ കർത്താവിൻ്റെ കരം. ഒരു പക്ഷെങ്കിൽ നാളുകളായി ഞങ്ങൾക്കൊരു ഉയർച്ചയില്ല, ഞങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റമില്ല, ഞങ്ങളുടെ കുടുംബത്തിന് ശോഭനമായ ഭാവി ഉണ്ടാകുന്നില്ല, നന്മയുണ്ടാകുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് അടിക്കടി ഈ തകർച്ച വരുന്നത്, ഈ താഴ്ച വരുന്നത്? അങ്ങനെ നിരാശയോടെ ചിന്തിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ പറയട്ടെ, നിങ്ങളെ ഉയർത്തുന്ന, താഴ്ചയിൽ നിന്ന് ഉയർത്തുന്ന കരമാണ് ഈ കർത്താവിൻ്റേത്. സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവൻ താഴ്ചയിൽ നിന്ന് നമ്മെ ഉയർത്തുന്നവനാണ്, കുപ്പയിൽ നിന്ന് നമ്മളെ ഉയർത്തി
പ്രഭുക്കന്മാരോടുകൂടെ, ദേശത്തെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ഒരു ദൈവമാണുള്ളത്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിൻ്റെ കരങ്ങൾ ശുദ്ധിയാക്കുന്ന കരമാണ്, നമ്മെ താഴ്ചയിൽ നിന്ന് ഉയർത്തുന്ന കരമാണ്. പിന്നീട് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ ഒരു കുഷ്ഠരോഗി അവനോട് വന്ന് പറയുക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കണം. ഉടനെ കർത്താവിനെ കുറിച്ച് അവിടെ വായിക്കുന്നത്, അവൻ മനസ്സലിഞ്ഞ് അവനെ തൊട്ട കൈകൾ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മേൽ മനസ്സലിഞ്ഞ് നമ്മളെ തൊടുന്ന കരമാണ് ഈ കർത്താവിൻ്റേത്. നയീൻ പട്ടണത്തിലെ വിധവയുടെ ഏക പ്രതീക്ഷയായിരുന്ന അവളുടെ മകൻ മരിച്ചു. ആ മകൻ്റെ വിലാപ യാത്ര വരികയാണ്, മൃതശരീരവും വഹിച്ചുകൊണ്ട്. ആ നയീൻ പട്ടണത്തിൽ വെച്ച് കർത്താവും ശിഷ്യന്മാരും അവരെ എതിരേൽക്കുകയാണ്. നമുക്ക് വായിക്കുന്നുണ്ട്, വന്നുകൂടിയ ആളുകളെല്ലാം വളരെ വിലാപത്തോടെ സങ്കടത്തോടെ അവിടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ സവിശേഷത ചരിത്രകാരനായ ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ മനസ്സലിഞ്ഞു. യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞ് കരയേണ്ട എന്ന് അവളോട് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ പറയട്ടെ, നിങ്ങളുടെ പ്രതിസന്ധികൾ കണ്ടുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ വൈഷമ്യങ്ങളും രോഗങ്ങളും മറ്റിതര പ്രതിസന്ധികളും കണ്ട് പലരും ഒരുപക്ഷെങ്കിൽ അയ്യോ എന്ന് വെച്ചേക്കാം, ചിലരൊക്കെ അങ്ങ് മാറിപ്പോയേക്കാം. എന്നാൽ മനസ്സലിഞ്ഞ് കരയേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ അരികിലേക്ക് വന്ന് മഞ്ചം തൊടുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ കരം ഇന്നും പ്രവർത്തിക്കുന്ന കരമാണ്, മനസ്സലിയുന്ന കരമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യത്തിൽ വ്യത്യസ്തമായ ഒരു സൗഖ്യം കർത്താവ് നൽകുന്നത് വായിക്കുന്നുണ്ട്. അവിടെ വിക്കനും ചെകിടനുമായ ഒരു മനുഷ്യൻ, അവൻ്റെ നാവിനൊരു കെട്ടുണ്ടായിരുന്നു, അവൻ്റെ ചെവിക്ക് കേൾവിക്കുറവും ഉണ്ടായിരുന്നു. കർത്താവ് അവനെ സൗഖ്യം നൽകിയത് അവൻ്റെ ചെവിയിൽ വിരലിട്ടു എന്ന് വായിക്കുന്നു. പിന്നീട് തുപ്പി, ആ തുപ്പലെടുത്ത് അവൻ്റെ നാവിൽ തൊട്ടു, അവന് സൗഖ്യം വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രശ്നം എന്താണോ, നമ്മുടെ പ്രതിസന്ധി എന്താണോ, അതിനുവേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്ന കരമാണ് ഈ കർത്താവിൻ്റെ കരം. ഇന്ന് രാത്രിയിൽ അത് മനസ്സിലാക്കണം. നമുക്കറിയാം, ഈ കാലങ്ങളിലൊക്കെ മനുഷ്യവർഗം വളരെ പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. എന്നാൽ അതിനെല്ലാം പരിഹാരം നൽകുവാൻ, അതിനെല്ലാം ശാശ്വതമായ പരിഹാരം നൽകുവാൻ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണുള്ളത്. ആ കർത്താവിൻ്റെ കരം ഇന്നുമുണ്ട്. സെഫന്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ സകല നിവാസികളുടെ മേലും കൈ നീട്ടും. എല്ലാവരുടെ മേലും കൈ നീട്ടുന്ന ഒരു കരമാണ് ഈ കർത്താവിനുള്ളത്. ലോകത്തിൽ ക്രൈസ്തവനെന്നോ അക്രൈസ്തവനെന്നോ അല്ലെങ്കിൽ നിരീശ്വരവാദിയെന്നോ ഈശ്വരവാദിയെന്നോ ആൺ പെൺ ലിംഗവ്യത്യാസമില്ലാതെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ വിദ്യാഭ്യാസമില്ലാത്തവനെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും തൊടുന്ന, എല്ലാവരുടെ മേലും നീട്ടപ്പെടുന്ന ഒരു കരമാണ് എൻ്റെ യേശുവിനുള്ളത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തൊടുവാൻ ഈ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ തൊടുവാൻ, നിങ്ങളുടെ കുടുംബത്തെ തൊടുവാൻ, നിങ്ങളുടെ തലമുറകളെ തൊടുവാൻ ഈ കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നു. ആ കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് മേലുണ്ടോ? ശാന്തമായിട്ടൊന്ന് ചിന്തിക്കണം. ഈ കർത്താവിൻ്റെ കരം എൻ്റെ കുടുംബത്തിന്മേലുണ്ടോ? എൻ്റെ വ്യക്തി ജീവിതത്തിന്മേലുണ്ടോ? എൻ്റെ സ്വകാര്യ ജീവിതത്തിന്മേലുണ്ടോ? എൻ്റെ ജോലി സ്ഥലത്തുണ്ടോ? ഞാൻ ഏർപ്പെടുന്ന മേഖലകളിൽ ഈ കർത്താവിൻ്റെ കരം എൻ്റെ കൂടെയുണ്ടോ? ഒരുറപ്പ് നിങ്ങൾക്കുണ്ടാവണം. ആ കർത്താവിൻ്റെ കരം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ, നാം ഇവിടെ വായിക്കുന്നത് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 11:21, കർത്താവിൻ്റെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിയുവാനിടയായി. ഇന്ന് രാത്രിയിൽ വളരെ സ്നേഹത്തോടെ പറയട്ടെ, ആ കർത്താവ് കരവുമായി ഇന്ന് നിൽക്കുകയാണ്. ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയ പ്രേക്ഷകരെ, നമ്മോടൊപ്പം വസിക്കുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമ്മളുടെ മേൽ നീട്ടുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ, ആവലോടെ ഈ കർത്താവ് കരവുമായി വരികയാണ്. ആ കരം സ്വീകരിക്കുവാൻ, ആ കരത്തിൻ്റെ സംരക്ഷണമുണ്ടാകുവാൻ, ആ കരത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കുവാൻ, ആ കരത്താലുള്ള രക്ഷ നേടുവാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ക്രിസ്തുവിലേക്ക് വരുവാൻ തയ്യാറാകണോ? അങ്ങനെയെങ്കിൽ ജീവിതം അനുഗ്രഹിക്കപ്പെടും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഈ കർത്താവിൻ്റെ കരം നമുക്ക് എത്ര ബലമാണ്,
ഈ കർത്താവിൻ്റെ കരം എത്ര ബലമാണ്. പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകുന്ന സംരക്ഷണം, യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ആരും അവയെ ഒരു നാളും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. അത്രമാത്രം സുരക്ഷിതത്വമുള്ള, അത്രമാത്രം ധൈര്യം നൽകുന്ന ഈ കരം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ കരത്തിൽ നമുക്ക് താണിരിക്കാം. പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മളോട് മനസ്സലിയുന്ന ആ കരത്തിൻ്റെ കീഴിൽ നമുക്കിന്ന് അഭയം കണ്ടെത്താം. ഈ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരിൽ ആരെങ്കിലും ആ പ്രത്യാശയില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ദൈവസ്നേഹം അംഗീകരിച്ച്, ഈ ദൈവസ്നേഹം വിശ്വസിച്ച് ഈ കർത്താവിലേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന, നിങ്ങളെ നിർമ്മലീകരിക്കുന്ന, നിങ്ങൾക്ക് സമാധാനം നൽകുന്ന, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഈ കരം നിങ്ങളിന്ന് പിടിക്കുമോ? ആ കരത്തിൽ നിങ്ങൾ അഭയം കണ്ടെത്തുമോ? ആ കരത്തിലേക്ക് നിങ്ങളിന്ന് വരുമോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. വിശ്വപ്രസിദ്ധനായ ദൈവദാസൻ ടി.കെ. ശമൂവേൽ സാർ പാടിയൊരു പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: കരുത്തനാം അവൻ കരത്തിൽ പിടിച്ചിരിക്കയാൽ. നമ്മുടെ ജീവിതത്തിൽ ഈ കരുത്തുള്ള കരം, നമ്മെ രക്ഷിക്കുന്ന, നമ്മളോട് മനസ്സരിവുള്ള, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കരം നമ്മളുടെ മേലുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ശാന്തമായിട്ടൊന്ന് ചിന്തിക്കണം, ആ കരം എൻ്റെ മേലുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ ആ കരം നിങ്ങളുടെ മേൽ വരണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആത്മാർത്ഥ സവിനയം, അല്ലയോ കർത്താവേ, അങ്ങയുടെ കരമെങ്കിലേക്ക് കൊണ്ടുവരണം. ആ സംരക്ഷണത്തിൻ്റെ, രക്ഷയുടെ, ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥ എന്നിലേക്കും വരണം. എൻ്റെ ഹൃദയം, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്കായി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ് ആ കർത്താവിനെ നിങ്ങൾ സ്വീകരിക്കുമോ? ജീവിതം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ സ്വീകരിച്ച ആളുകളുണ്ട്. ആ കരത്തിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം. അത് നമുക്ക് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരമാണ്, നമുക്ക് തുണയായി നിൽക്കുന്ന കരം. ലോകാവസാനത്തോളം അല്ല, നിത്യതയോളം നമ്മളുടെ കൂടെയുള്ള കരത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം നമുക്ക് മുൻപോട്ട് നയിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി തുടർന്ന് ഒരു ഹിന്ദി ഗാനം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. പ്രിയ സഹോദരൻ സഹോദരി ജമീമ ആ ഗാനം ഇപ്പോൾ ആലപിക്കുന്നതാണ്. ആ ഗാനത്തോടുകൂടെ ഇന്നത്തെ ഈ സംഗീത സായാഹ്നം അവസാനിക്കുന്നു. ആ ഗാനം ശ്രദ്ധിക്കുമ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കരത്തിൻ്റെ കീഴിലാണോ നിങ്ങൾ? ഈ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേലുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അത് ഉറപ്പുവരുത്തണം. ആ കരം നിങ്ങളുടെ മേലുണ്ടായി അനുഗ്രഹീതമായ ജീവിതം നയിപ്പാൻ ദൈവം സംഗതിയാക്കട്ടെ. ഈ ഗാനം ഇപ്പോൾ നമുക്ക് ശ്രമിക്കാം.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ 169 എപ്പിസോഡും വളരെ അനുഗ്രഹപ്രദമായി പര്യവസാനിക്കുവാൻ ദൈവം അനുവദിച്ചതോർത്ത് എല്ലാ മഹത്വവും ദിവസങ്ങളിൽ അർപ്പിക്കുന്നു. ധാരാളം ആളുകൾ ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ മെസ്സേജുകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളവരോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവം നിങ്ങളെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഗാനങ്ങൾ ആലപിക്കാൻ ഇവിടെ എത്തിയത് 168 എപ്പിസോഡിൽ ഗാനങ്ങൾ ആലപിച്ച സഹോദരൻ ജോഷി ജോർജിൻ്റെ സഹോദരിയുടെ മക്കളാണ്. ഒരു സുവിശേഷ കുടുംബമാണ് അവർ. കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയും പോരാട്ടം ചെയ്യുന്ന പുത്രിമാരാണ്. അവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കദ്രാസൻ സുജിത് ഏലപ്പാറ, തൻ്റെ ഭാര്യ ജമീമ ഏലപ്പാറ എന്നിവർക്കും പ്രിയമകൻ അലൻ പത്തനാപുരത്തിനും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ചതിന് പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഗാനങ്ങൾക്ക് മനോഹരമായ പശ്ചാത്തലം ഒരുക്കിയ ബെനറ്റ് ജോൺ കൊട്ടാരക്കര അവർക്കും, ഗാനങ്ങൾക്ക് നരേഷനും ഒപ്പം ലഘു സന്ദേശവും അറിയിച്ച കർത്താവിൻ്റെ ദാസൻ ജോൺ ജോസഫ് അവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ സന്ദേശവും ഗാനം കേട്ടത് എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും നിങ്ങൾ ശ്രദ്ധയോട് ശ്രമിച്ചതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളും ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമാണ്, ഇതിലൂടെ ദൈവം നാം ഉയർത്തപ്പെടണം. ഒരാളെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീരണം. നീർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുവാനും ദുഃഖിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുവാനും പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് കർത്താവ് വഴികാട്ടിയായി പ്രശ്നപരിഹാരനായി തീരുവാനും ജീവിതത്തിൽ സമാധാനമില്ലാത്തവർക്ക് സന്തോഷം ലഭിക്കുവാനും ഇടയാകണമെന്നുള്ള ഏക ആഗ്രഹം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലയിൽ ഇന്നത്തെ ഗാനങ്ങളും ആയിത്തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആണ് ഇരിക്കുന്നുള്ള ബാധ്യത്തോടെ കണ്ണുകളടച്ച് ഒരു നിമിഷം ഹൃദയങ്ങളെ ദൈവമുമ്പാകെ പരിശോധിച്ച് ഇരുന്നാലും ഈ രാത്രി ഒരുപക്ഷെ സഹോദര നിനക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് നീ കേട്ടത്. നിന്നെ ആശ്വസിപ്പിക്കുന്ന ഗാനങ്ങളാണ് കേട്ടത്. നിന്നെ കരുതുന്ന, നിന്നെ സഹായിക്കുന്ന, നിന്റെ ചാരി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്നേക്ക് 2000 വർഷം മുമ്പായി ലോകത്തിലേക്ക് അവതരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു അവൻ നിന്റെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ തൻ്റെ യൗവന രക്തം ഒഴുക്കി ജീവനെ അർപ്പിച്ചു. നിനക്ക് വേണ്ടി രക്ഷ ഒരുക്കി. സഹോദര, സഹോദരി, മാതാവ്, പിതാവേ, പ്രിയമകനെ, മകളെ, നിന്റെ പാപങ്ങൾ ദൈവം പാകെ ഏറ്റുപറഞ്ഞ് ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷകനായ കർത്താവിൻ്റെ മകനായി മകളായി തീരുവാൻ ഈ സമയം നിനക്കിടയായി തീരട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, എല്ലാറ്റിനും മതിയായവൻ യേശുക്രിസ്തു മാത്രം. എല്ലാവർക്കും സഹായകൻ യേശുക്രിസ്തു മാത്രം. എല്ലാവർക്കും ആനന്ദ കർത്താവ് മാത്രം. എല്ലാവരും രക്ഷിക്കുന്നവനും കർത്താവ് മാത്രം. ആ കർത്താവിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾക്ക് വാഴ്ത്തുന്നു. ഈ 169 എപ്പിസോഡ് വളരെ അനുഗ്രഹപ്രദമായി പര്യവസാനിപ്പാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യമായ മനോഹരമായ ഗാനങ്ങൾ ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. അവർ പാടിയത് ഞങ്ങൾ കർത്താവ് എത്ര നല്ലവനെന്നാണ്. കർത്താവേ, ഈ ജീവിതത്തിൽ സമാധാനം, സന്തോഷവും ലഭിക്കാനും ഒപ്പം രക്ഷിതാവിനെ കണ്ടുമുട്ടുവാനും ഇടയാക്കി തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം സംസാരിച്ച ദാസനായ സ്തോത്രം. അവിടുത്തെ വചനം ദാസനിലൂടെ നൽകിയതിനായ സ്തോത്രം. ആ വചനവും ചില ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നൊന്നും വെറുതെ അല്ല എന്നറിഞ്ഞുകൊണ്ട് കർത്താവിന് വരിയിൽ വർദ്ധിച്ചു വരുവാൻ അടികളെയും കർത്താവ് സഹായിക്കണമേ. ഇത്രത്തോളം സഹായിച്ചതിനായ സ്തോത്രം. മാനവും മഹത്വവും പുകഴ്ചയും അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും
നാം ഇവരും പ്രാർത്ഥിച്ച വിഷയങ്ങളും ഭൂലോകമ്പാടും